ഹരിനെ ഡോക്ടർ വിളിച്ചു. ഇപ്പൊ വിളിച്ചു. ഡോക്ടർ ഇപ്പൊ വരും. മുത്തശ്ശി മുത്തശ്ശി എന്തേ എണീക്കാത്ത? സിദ്ധു ഏട്ടാ, കഥ പറഞ്ഞ് താ മുത്തശ്ശി, പിന്നെ ഉറങ്ങാം. സിദ്ധു അടങ്ങിയിരിക്കടാ. മുത്തശ്ശി മോനെ, കഥ പറഞ്ഞ് താ മുത്തശ്ശി. സിദ്ധു പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിലൊന്നും ഒരു മുടക്കോ വരുത്തണ്ട. അത് നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കട്ടെ. ഋഷി അത് നോക്കിയോളൂ. നിന്റെ ഒരു മേൽനോട്ടുണ്ടായാൽ മതി. ശരിയേട്ടാ. പറഞ്ഞോ ഡോക്ടർ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇല്ലല്ല, പറഞ്ഞോ. വന്നാട്ടെ. മഴേട്ടാ, സിദ്ധു എണീക്ക്. അമ്മ ഇങ്ങനെ തലകറങ്ങി വീഴാനുള്ള കാരണം എന്തായിരുന്നു? അറിയില്ല ഡോക്ടർ. കല്യാണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അമ്മ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അമ്മ തലകറങ്ങി വീഴുമായിരുന്നു. ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വിവാഹത്തിന്റെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അതിന്റെ ക്ഷീണമൊക്കെ കാരണമായിരിക്കും തലകറങ്ങി വീണത്. മായാണല്ലോ. ഹലോ മായേ. സുലോചനെ, ഒരു കാര്യമുണ്ട്. എന്താ മായേ? അതെ, ഇവിടത്തെ അമ്മ രാവിലെ പെട്ടെന്ന് ബോധം കെട്ട് വീണു. അയ്യോ, എന്നിട്ട്? ഇപ്പോഴും ബോധമൊന്നും വന്നിട്ടില്ല. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്. ബോധം തെളിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറയുന്നത്. ഇതുവരെ ബോധം വരാത്ത സ്ഥിതിക്ക് ഇനി എപ്പം ബോധം വീഴുമെന്ന് അറിയില്ല. അയ്യോ, അപ്പൊ കല്യാണം? മിക്കവാറും കല്യാണം മാറ്റിവെക്കേണ്ടി വരും. അയ്യോ, കല്യാണം മാറ്റിവെക്കാനോ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെ കല്യാണം നടത്താനാ? അയ്യോ, അതിന് ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നേ ഉള്ളൂ. തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ വിളിക്കാട്ടോ. അയ്യോ, താല്പര്യം ഉണ്ടായിട്ടല്ല. എങ്കിലും അമ്മയുടെ ബോധം തെളിയാതെ എങ്ങനെ വിവാഹം നടത്താ? ഡോക്ടർ പറഞ്ഞത് കല്യാണ തിരക്കിന്റെ ഓട്ടം കാരണമുള്ള ക്ഷീണമായിരിക്കും എന്നാ. മിക്കവാറും അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതെ, എന്നാലും അമ്മ ചടങ്ങില്ലാതെ എങ്ങനെയാ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹ കുട്ടന്റെ വിവാഹം. അതുകൊണ്ട് ഉറപ്പായും അമ്മ ബോധക്ഷയം വിട്ടെഴുന്നേക്കും. അമ്മ കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ല, ഈ നേരത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയാ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ജോത്സ്യനെ വരുത്തി വിശദമായിട്ട് തന്നെ നോക്കിയാലോ? അത് ശരിയാ.
ദുർമരണോ? ഈ സമയത്ത് ഈ വീട്ടിലൊരു വിവാഹം നടന്നാൽ ഇവിടെ ഒരു ദുർമരണം സംഭവിക്കും. ഏറ്റവും നല്ല സമയം നോക്കിയാ ഞങ്ങൾ വിവാഹം തീരുമാനിച്ചിരുന്നത്. അതില് കാര്യമില്ല. സമയമല്ലേ അതെവിടെയെങ്കിലും നിശ്ചലമായി നിൽക്കാറുണ്ടോ? ഇല്ല, അത് നീങ്ങിക്കൊണ്ടേയിരിക്കും. വിവാഹം തീരുമാനിച്ച സമയമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സമയം വെച്ചാണ് ഞാൻ നോക്കിയത്. അതനുസരിച്ച് ഈ വിവാഹം നടത്തിയാല് ഇവിടെ ദുർമരണം സംഭവിക്കും. അത് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. എന്താടാ ഇവിടെ നടക്കുന്നേ?